السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ ഒരു തൗഫീഖ് കൊണ്ട് ഈ ഒരു ആയുസ്സിൽ അല്പസമയം ഇവിടെ ഇങ്ങനെ ചിലവഴിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ്. നാളെ പരലോകത്ത് ഇതിൻ്റെ എല്ലാവിധ അനുഭൂതികളും അനുഭവിച്ചറിയുന്ന സുഖലോലുപരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സ് ഏതൊരു സദസ്സും ചെറിയ സദസ്സല്ല, അതൊരു വലിയ സദസ്സാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. നമ്മുടെ ഓരോ സാന്നിധ്യങ്ങളെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ, ചിറക് വിരിച്ച് അഭിവാദ്യം ചെയ്യുന്ന, റഹ്മത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുന്ന മലക്കുകൾ നിലകൊള്ളുന്ന സദസ്സുകളാണ്, ഇത്തരം നിമിഷങ്ങളാണ്, ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ. അള്ളാഹു ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് രണ്ട് പള്ളികളെ സംബന്ധിച്ചാണ്. രണ്ട് പള്ളി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരായത്തിൽ തന്നെ, ഒരു സൂറത്തിൽ തന്നെ, സൂറത്ത് തൗബയിൽ അടുത്തടുത്തായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് മസ്ജിദു തഖ്വ, മറ്റേത് മസ്ജിദു ദിറാർ. തഖ്വയുടെ പള്ളി, മറ്റൊന്ന് ലിറാർ. എന്താ ലിറാർ എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമായിരിക്കും. വർറ് അല്ലേ, ഷർറ് എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി പണിത ഒരു പള്ളി. എന്നാ മറ്റതോ തഖ്വയുടെ മേൽ അധിഷ്ഠിതമായ പള്ളി. ഈ പള്ളി നമുക്ക് സുപരിചിതമാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും, അവിടെ പോയി നിസ്കരിച്ചിട്ടുണ്ടാവും. ഏത് ലിറാറിലല്ല, മസ്ജിദ് തഖ്വയിൽ. ഖുബ മസ്ജിദിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിച്ചത്. ഖുബ, മസ്ജിദ് ഖുബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഈ മക്ക കാലഘട്ടം കഴിഞ്ഞ് മദീനയിൽ റസൂലുള്ളാഹ് അവിടെ വന്നു ആ പള്ളിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മദീനത്തു നബവിയിൽ നിന്ന്, മസ്ജിദുൻ നബവിയിൽ നിന്ന് റസൂലുള്ളാഹ് ശനിയാഴ്ചകളിൽ മസ്ജിദുൽ ഖുബ സന്ദർശിക്കാൻ വേണ്ടി പോവാറുണ്ടായിരുന്നു എന്നാണ്. അത് എല്ലാ ശനിയാഴ്ചകളിലും എന്ന് ചില ഹദീസുകളിൽ കാണാം. അധിക ശനിയാഴ്ചകളിൽ ഇപ്പോൾ മസ്ജിദ് ഖുബ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. അടുത്തടുത്താണ്.
പക്ഷെ അന്ന് ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും റസൂലുള്ള ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവിടെ പോവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, അവിടെ പോയി ഒരാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്കൊരു ഉംറ നിർവഹിച്ച പ്രതിഫലമാണ് എന്നും മസ്ജിദ് ഖുബയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പരാമർശിച്ചു. മാത്രവുമല്ല, നബി ചില യാത്രകൾ കഴിഞ്ഞാൽ, വലിയ യുദ്ധങ്ങളും അതല്ലെങ്കിൽ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചിലപ്പോൾ യുദ്ധങ്ങളല്ലാത്ത ചില യാത്രകൾ റസൂൽ നിർവഹിക്കാറുണ്ട്, ഹജ്ജിനും അതല്ലെങ്കിൽ ഉംറക്കൊക്കെ വേണ്ടി. അത്തരം ഘട്ടങ്ങളിൽ ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞു വന്നാൽ റസൂലുള്ള ആദ്യം ഖുബയിൽ കയറി 2 റക്അത്ത് റസൂലുള്ള നമസ്കരിക്കാറുണ്ടായിരുന്നുവെന്നും ചില ഹദീസുകളിൽ കാണാം. ആ ഹദീസിൽ ആ 2 റക്അത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ കാണാം, പലപ്പോഴും യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാണ് എത്തുന്നത് എങ്കിൽ രാത്രി വീട്ടിൽ പോകാൻ ആരും എന്ത് ചെയ്യൂല, റസൂലുള്ള അനുവദിക്കൂല. അപ്പോൾ ആ പകല് വരെ ഒരു നേരം പുലർന്ന് ഒരു ശുറൂക്ക് വരെ, സൂര്യോദയം വരെ എല്ലാവരോടും പള്ളിയിൽ ഖുബാ പള്ളിയിൽ കഴിയാൻ വേണ്ടി റസൂലുള്ള പറയും. എന്നിട്ട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ എത്തിയ വിവരം വീട്ടുകാരെ അറിയിക്കാനും റസൂലുള്ള എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സൂചനകൾ കൊടുക്കാറുണ്ടായിരുന്നു. പലപ്പോഴും യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാർ നേരിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, അവരിൽ പലരുടെ കോലം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്താകാൻ പറ്റൂല, അതിന് സഹിക്കാൻ സാധിക്കൂല. കാരണം ചിലപ്പോൾ കൈയുണ്ടാവില്ല, ചിലപ്പോൾ കാലുണ്ടാവില്ല, ശരീരം മുഴുവൻ വ്രണങ്ങളായിരിക്കും. മാത്രവുമല്ല, വേറൊരു ചില റിവായത്തുകളിൽ കാണാൻ കഴിയും, ഇനിയൊരു യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഒരുങ്ങാനുള്ള സമയം എന്ത് ചെയ്യട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരെ അറിയിച്ചുകൊണ്ട് അത് അവർ കാണട്ടെ എന്നുള്ള നിലക്ക് റസൂലുള്ള അവിടെ പറഞ്ഞു, ഫൽയക്തഹിൽ, അവർ സുറുമയിടട്ടെ, അവർ നല്ലതണിയട്ടെ, എന്നിട്ട് നിങ്ങൾ വല്ല കയറി ചെന്നാൽ മതി എന്നുള്ളത്. അതായത് നമ്മൾ ഇന്നത്തെ പോലെ കാണുന്ന സർപ്രൈസ് വിസിറ്റിനെ റസൂലുള്ള അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മുളയിലെ നിരുത്സാഹപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. കാരണം അപ്പോൾ ആ ഒരു സർപ്രൈസ് വിസിറ്റിൽ ഉണ്ടാകുന്ന ഷർറ ഒഴിവാക്കാനാണ്. അങ്ങനെ ഖുബയിൽ റസൂലുള്ള ചെലവഴിക്കാറുണ്ട്. അധികവും ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ളുഹാ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുബയിൽ റസൂലുള്ള എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ളുഹാ നമസ്കരിക്കാറുണ്ടായിരുന്നു. നിരന്തരം അത് റസൂലുള്ള നിർവഹിച്ചു എന്ന തെളിവുകളില്ലെങ്കിലും പലപ്പോഴും റസൂലുള്ള ഖുബയിൽ എന്ത് ചെയ്തിരുന്നു? 2 റക്അത്ത് അത് നമസ്കരിച്ചു എന്നും കാണാൻ കഴിയും. ഏതായാലും ഖുബ ഹദീസിൽ വളരെ വിശാലമായി പ്രതിപാദിക്കപ്പെട്ട ഒരു ഭവനമാണ്. ഹദീസുകളിൽ നബിയുടെ ചരിത്രങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് മസ്ജിദ് ഖുബ. ഹിജറ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ ആദ്യം പണിത പള്ളി അതാണ് മസ്ജിദ് ഖുബ എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയതാണ്. എന്നിട്ടേ മസ്ജിദ് നബവി എന്ത് ചെയ്തിട്ടുള്ളൂ, പണിതിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. മസ്ജിദ് ഖുബയാണ് ആദ്യം. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന് നമ്മൾ ഓതിയ ഈ 107, 108 ആയത്ത്, സൂറത്തു തൗബയിലെ 107, 108 ആയത്തുകളിൽ അള്ളാഹു ആ സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. ഇന്ന് ഈ വിഷയം എന്തുകൊണ്ട് ഈ ഒരു മസ്ജിദ് ഖുബയെ അതിനോടൊപ്പം തന്നെ മസ്ജിദ് ളിറാറിനെ നമ്മൾ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ, പരിശുദ്ധമായൊരു റമളാൻ കഴിഞ്ഞ് ആ ഈമാനിനെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിനുതകുന്ന ചില സംസാരങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാതോർത്തിരുന്നു. ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കവിയെ സംബന്ധിച്ചും അവർ പലപ്പോഴും ദുനിയാവിലെ പ്രലോഭനങ്ങളിൽ ഈ കിട്ടിയ നിഅമത്തിനെ ഉപേക്ഷിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ നിലനിർത്താനുള്ള ഇന്ധനമാണ്. ഈ ഇസ്ലാം നമ്മളിൽ എന്നും ഒരു ഇസ്തിഖാമത്ത് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഇന്ധനമാണ് നാം നേടിയെടുക്കുന്ന വിശുദ്ധ ഖുർആനിലെ അറിവുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അപ്പോൾ അതിലേക്ക് സൂചകമായി ഈ 2 ഭവനങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പറയുമ്പോൾ അവിടെ 2 കൂട്ടരെ അള്ളാഹു എടുത്ത് കാണിച്ചു തരികയാണ്. ഒന്ന്, ഈ ദീന് കിട്ടിയിട്ട് ആ ദീനിൻ്റെ വില അറിയാതെ അതിനെ വലിച്ചു കളഞ്ഞ ഒരു വിഭാഗം ആളുകൾ. ഒന്ന്, അള്ളാഹു നൽകിയ ഈ ദീനിനെ കിട്ടിയപ്പോൾ അതിനെ മരണം വരെ അതിന് എന്തും സഹിച്ച്, എന്ത് ത്യാഗവും സഹിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരു വിഭാഗം ആളുകൾ. 2 പള്ളിയുടെ ആളുകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെന്ത് ചെയ്യുന്നത് ഈ ഒരു സൂറത്തിലൂടെ നമുക്ക് എടുത്ത് പറഞ്ഞു തരുന്നത്. റബ്ബ് പറയുന്നു, വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ. ആദ്യം അള്ളാഹ് പറഞ്ഞു പോകുന്നത് മസ്ജിദ് ളിറാറിനെ സംബന്ധിച്ചാണ്. എന്നിട്ടാണ് മസ്ജിദ് ഖുബയെ സംബന്ധിച്ചുള്ള പ്രതിപാദനം ഈ സൂറത്തിൽ വരുന്നത്. ളിറാർ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്താണ്? ഉപദ്രവങ്ങൾ. ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി, അല്ലെ ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ വറുണ്ടാക്കാൻ വേണ്ടി ഒരു പള്ളിയെ സ്വീകരിച്ചിരുന്ന ആളുകൾ. അതാരായിരുന്നു? അതിൻ്റെ പിന്നിൽ ഈ പള്ളി പണിയാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ആലോചനകളും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നടത്തിയ ആള്
അബു ആമിർ അർ-റാഹിബ് എന്ന് പറഞ്ഞ ആളാണ് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ മുഹദ്ദിസുകൾ മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞു പോകുന്നത്. അബു ആമിർ അർ-റാഹിബ്. അർ-റാഹിബ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്നാണ് അർത്ഥം. അബു ആമിർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്, ആ പേരായിരുന്നു അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഒരു ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു. ഖസ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മദീനയിലെ അറിയപ്പെട്ട 2 ഗോത്രങ്ങളിൽ ഒന്നാണ് ഔസും ഖസ്റജും. ഔസും ഖസ്റജും മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ അറബികൾ ഈ ഔസും ഖസ്റജിലുമാണ് മുശ്രിക്കുകളായ അറബികൾ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. നേരെ മറിച്ച് മദീനയിൽ അക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? 3 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ബനു കൈനുക്ക, ബനു നളീർ, ബനു ഖുറൈള. ഈ 3 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ 5 ഗോത്രങ്ങൾ, അത് ഈ 5 ടീമുകൾ, അഥവാ 2 കൂട്ടം അറബികളും 3 ജൂതന്മാർ. ഇവർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് സഖ്യകക്ഷികളായി ചേർന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ ലൊറുണ്ടാക്കാൻ പലപ്പോഴും ശ്രമിച്ചവരാൻ. ആ വിഷയത്തിലേക്ക് ആ ഒരു രംഗത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദനം. ഇവർ ഈ പള്ളി ഉണ്ടാക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഏത് പള്ളി? മസ്ജിദു ളിറാർ. മസ്ജിദു ളിറാർ അതിനെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, വകുഫ്റൻ വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റാ. ഒരു പള്ളിയെ ഒരു ളിറാറായും കുഫ്റായും സ്വീകരിച്ചു പോന്ന ചില ആളുകൾ. വതഫരീഖം ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെ, നമ്മളെ വിശ്വാസികളെ ഒരു ഐക്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഉന്നം വെച്ചിരുന്നത് അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെയും ഉപദ്രവിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഈ ദീനിന്റെ കൃത്യതയിൽ നിന്ന് ആളുകളെ തെന്നിമാറാനുള്ള രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചത്. ഈ സംഭവം അള്ളാഹു പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും, ആരൊക്കെ എന്തൊക്കെ ഉപദ്രവങ്ങൾ നമ്മളെ ചെയ്യാൻ വേണ്ടി ആളുകൾ തുനിഞ്ഞിറങ്ങിയാലും ഞാൻ എൻ്റെ വിശ്വാസത്തെ ഹനിക്കൂല, ഞാൻ എൻ്റെ ഇസ്ലാമിൽ ഒരു തരത്തിലും എൻ്റെ ഭാഗത്ത് നിന്നൊരു പോറലുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കൂല എന്നുള്ള ചിന്തയാണ് ആദ്യം വരേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഡെഡിക്കേഷനാണ്, ഒരു സിൻസിയറിറ്റിയാണ്. ഈ മതത്തിനോട് നമുക്കൊരു സത്യസന്ധത വേണം. ഈ ദീനിനോടില്ല, ഇത് ആളെ കാണിക്കാനോ അതല്ലെങ്കിൽ പെരുമ പറയാനോ ഇതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഐഹികമായ ലാഭത്തിനോ വേണ്ടി ഞാൻ എടുത്തണിഞ്ഞ കുപ്പായമല്ല. ഇത് എനിക്ക് അള്ളാഹു തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്താണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാക്കിക്കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു ആയത്തിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സൂറത്ത് മുഅ്മിനൂനിലെ ഒരു ആയത്ത്. ആയിഷ ബീവി ആയത്ത് കേട്ടപ്പോൾ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിച്ചും ചെയ്തു. വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഹൃദയങ്ങളിൽ എന്തുണ്ട്? നടുക്കമുണ്ട്, പേടിയുണ്ട് എന്നാണ്. ധനം ചെലവഴിക്കുന്നത്, അഥവാ സൽക്കർമ്മം ചെയ്യുന്നത്. ഇസ്ലാമിൽ നിലകൊണ്ട ഒരാൾക്ക് ഉള്ളിലുണ്ടാവേണ്ട ഒരു ബേജാറിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആയിഷ ബീവി അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. നമുക്ക് ഈ ദീൻ ഇത് ഒരിക്കലും എൻ്റെ അടുത്ത് നഷ്ടപ്പെടൂല എന്ന ഒരു ഇതെന്ത് ചെയ്യാൻ പാടില്ല. ഞാനതിൽ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ വേണ്ട. ഇത് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടാവണം. എന്നാൽ ഇത് നഷ്ടപ്പെടില്ല, അള്ളാഹു എന്നെ ഇതിൽ നിലനിർത്തുമെന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസികളുണ്ടാകും. 2 ഭാഗം വേണം. ഒന്ന്, എനിക്കിത് നഷ്ടമാകുമോ എന്ന പേടി. ഇല്ല, റബ്ബ് എനിക്ക് ഇസ്തിഖാമത്ത് നിലനിർത്തി തരും, റബ്ബ് എന്നെ ഇതിൽ നിലനിർത്തും. കാരണം ഞാൻ 5 നേരം പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇന്ന് എന്തെല്ലാം ഫിത്നകളാ, പരീക്ഷണങ്ങളാ ലോകത്തുള്ളത്. പല രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ മാത്രമല്ല തകർത്ത് കളയും, നമ്മളെ സ്വഭാവത്തെ കേടുവരുത്തുന്ന പലതുമില്ല ലോകത്ത്. സ്വഭാവത്തിലൊരു ഇസ്തിഖാമത്ത് വേണ്ടേ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം വേണം. പക്ഷെ ഇന്ന് മുസ്ലിമിന്റെ സ്വഭാവം മുസ്ലിമീങ്ങൾ തന്നെ കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധത, അല്ലേ, അതുപോലെ തന്നെ വിശ്വാസ്യത, വാക്കിലും പ്രവൃത്തിയിലുമുള്ള സൂക്ഷ്മത, എന്തിനേറെ തൻ്റെ ബാധ്യത, താൻ നിർവഹിക്കേണ്ട ഡ്യൂട്ടികൾ, വാജിബാത്തുകൾ, അത് നിർബന്ധ ബാധ്യത, പടച്ചറപ്പിനോടായാലും പടപ്പുകളോടായാലും നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. ഒരു ഭർത്താവ് എന്ന പേരിൽ നിർവഹിക്കേണ്ട ബാധ്യത ഉണ്ട്, ഒരു പിതാവ് എന്ന പേരിൽ നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. എന്തിനേറെ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കാണിക്കേണ്ട ഒരു സിൻസിയറിറ്റി ഉണ്ട്, സ്വഭാവം, അല്ലേ? ഇതൊക്കെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പലരും ഇതിനെ സംബന്ധിച്ച് എന്തല്ല, ബോധവാന്മാരല്ല. എന്നാൽ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും ഗൗരവത്തിൽ കണക്കിലെടുക്കുകയും ചെയ്യുന്നവരാരാൻ? ഇതുപോലത്തെ ആയത്തുകൾ ഇങ്ങനെ വായിക്കുകയും പ്രവാചകന്റെ സംസാരങ്ങളെയും കാതോർക്കുകയും ചെയ്യുന്നവരാൻ. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ഒരു പേടിയും ഒരു പ്രതീക്ഷയും. ഒരു പേടി എന്താ? ഇത് എപ്പോഴെങ്കിലും നഷ്ടപ്പെടുമോ എന്ന പേടി, സ്വഭാവം കേടുവരുമോ എന്നുള്ള പേടി, നമ്മളെ വിശ്വാസം കേടുവരുമോ എന്നുള്ള പേടി. സ്വഭാവം വിശ്വാസം മാത്രമല്ലല്ലോ, വേറല്ലേ?
വേറെയും കുറേ സംഗതിയല്ലേ നമ്മൾ ഭയക്കാനുള്ള അല്ലെ സംസ്കാരം, മുസ്ലിം സംസ്കാരം ഇങ്ങനെ കുറേ പലതും അന്യമായി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംസ്കാരത്തിൽ പല സംസ്കാരങ്ങളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഫിത്നയുടെ കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പെരുകല്ലാതെ കുറയൂല, ഈ പരീക്ഷണങ്ങൾ നിറയുന്ന. റസൂലുള്ള പറഞ്ഞു അന്ത്യനാൾ ഒരിക്കലും കടന്നു വരൂല ഹത്താ തക്സുറ ഫീഹൽ ഫിതൻ, ഫിത്തനകൾ വർദ്ധിക്കാതെ. ഫിത്നത്തുൻ ജംആണ് ഫിതൻ. ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പല പരീക്ഷണങ്ങൾ വരും. അവസാന ഘട്ടങ്ങളിൽ ഒരു വിശ്വാസി അവന്റെ ഈമാനെ പിടിക്കൽ എങ്ങനെയാണ്? കൈകൾ മുറുക്കി പിടിക്കുക. ഏതുപോലെയാണ്? റസൂൽ ഒരു ഉദാഹരണമാണ്, കഖാബിദു ജംറത്തിൻ മിനന്നാർ, നരകത്തിന്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു തീയിന്റെ ഒരു കഷ്ണം കൈ പിടിക്കണ പോലെ അവൻക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ തോന്നുമെന്നാണ്, അനുഭവപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഈമാനിൽ കടന്നു വരുന്ന പാളിച്ചകൾ അല്ലെ, ഈമാനിൽ ഒരു സ്ഥിരത വേണം. ഈമാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്, അല്ലല്ലാതെ വേറെ ഒരു ഇലാഹില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ് മറ്റാരുടെ വാക്കിനെയും എന്ത് ചെയ്യുള്ളൂ? മുന്തിക്കുകയുള്ളൂ. ഞാൻ അതിനെ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? എടുത്തുകൊണ്ടുവരികയുള്ളൂ എന്ന തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടാവും, നബിചര്യകളുണ്ട്, പല സുന്നത്തുകളില്ലേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ, പല സുന്നത്തുകൾ എപ്പോഴും ഇല്ലേ. നമ്മൾ അയാളൊക്കെ ഭയങ്കര സൂക്ഷ്മത ഉള്ള ആളാണ്, പക്ഷെ അയാൾ നമുക്ക് എന്താ സൂക്ഷ്മത വേണ്ടേ? അല്ലേ, വേണം. പലപ്പോഴും റമളാനിൽ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തിരുന്നു? പരിശ്രമിച്ചിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. സുന്നത്തുകളെ സംബന്ധിച്ച് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മരണം വരെ എന്ത് ചെയ്യണം? നിലനിർത്തണം. അതിലൊരു ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമയെ സംബന്ധിച്ച് റമളാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പള്ളി മിമ്പറുകളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആയത്തുകളും വിഷയങ്ങളും എന്തായിരിക്കും എന്നറിയാം? ഈ ദീനിലുള്ള ഇസ്തിഖാമത്തിനെ സംബന്ധിച്ചാണ്. ഈ മസ്ജിദുൽ ളിറാറിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇസ്തിഖാമത്ത് പലപ്പോഴും നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിലായിരുന്നു മസ്ജിദുൽ ളിറാറിന്റെ ആളുകൾ. ഇന്ന് മസ്ജിദ് തഖ്വയുടെ ആളുകളോ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബാത്ത് നൽകിയ സ്വഹാബത്തിൻ്റെതായിരുന്നു. ആ രണ്ട് വലിയ പാഠങ്ങൾ കൂടി നമുക്ക് അതിൽ വായിച്ചെടുക്കാണ്ട്, അതിൻ്റെ ഓരോ ആയത്തിനെയും ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ രസം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, റമളാനിൽ കിട്ടിയ സൗഭാഗ്യം, റമളാനിൽ കണ്ടെത്തിയ സമയങ്ങൾ, റമളാനിൽ നമ്മൾ നേടിയെടുത്ത വിശുദ്ധി, റമളാനിൽ നമ്മൾ നേടിയെടുത്ത ചൈതന്യം, സമയങ്ങൾ, ആരാധനകൾക്ക് വേണ്ടി നേടിയെടുത്ത സമയങ്ങൾ, അത് മരണം വരെ കൂടെ കൂട്ടാനുള്ള ഒരു തേട്ടം അള്ളാഹുവിനോട് വേണമെന്നാണ്. ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളിലുണ്ടാവണം. എന്നാൽ അത് പോകൂല എന്നുള്ള പ്രതീക്ഷ, റബ്ബ് എനിക്ക് അതിന് സാഹചര്യം ഒരുക്കി തരുമെന്നുള്ള സബാത്തിലുള്ള ഒരു സ്ഥൈര്യം അല്ലെ, അള്ളാഹു ആ ഒരു സ്ഥൈര്യം എനിക്ക് നൽകുമെന്നുള്ള വിശ്വാസം, അത് രണ്ടും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് ഇന്ന് ഈ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് പള്ളികളെയും അതിൻ്റെ ആൾക്കാരെയും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആമുഖം തന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ ഏരിയയിലേക്ക് കടന്നു പോകും. തൽക്കാലം ഞാനതിവിടെ ചുരുക്കി ആയിഷ ബീവി പറഞ്ഞ ആയത്തിലേക്ക് ഒന്നുകൂടി കടന്നു വരാം. ആ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ ബീവി ചോദിക്കുകയാണ്, അല്ല അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ച ആൾക്കാർക്ക് ഹൃദയത്തിൽ നടുക്കമോ? നമ്മൾ കേട്ട ആയത്താൻ ഓലെന്തിനാ ബേജാറാണ്? കൊടുത്ത ആൾക്കാരല്ലേ, ചെയ്തോലല്ലേ, പ്രവർത്തിച്ചവരല്ലേ, എന്തിനാ അവർ ബേജാറാവണം? അവരിന്ന് കള്ളുടിക്കുന്നവരാണോ? ആയിഷ ബീവിന്റെ ചോദ്യമാണ്. റസൂലേ, അവർ കള്ളു കുടിക്കുന്നവരാണോ? അഥവാ മദ്യം പാനം ചെയ്യുന്നവരാണോ? ഇനി അതല്ല ഔ യശ്രിക്കൂൻ, മോഷ്ടിക്കുന്നവരാണോ? ഔ യസ്നൂൻ, ഇനി അതല്ല അവര് വ്യഭിചരിക്കുന്നവരാണോ? അപ്പൊ ആയിഷ ബീവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത് സിദ്ദീഖ്, ലാ യാ ബിൻതു സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ അതല്ല. റസൂലുള്ളാഹിന്റെ പത്നിയാണ്, നമ്മളെ ഉമ്മയാണ്. പക്ഷെ വളരെ സ്നേഹത്തോടു കൂടി പറയും, മോളെ അങ്ങനല്ല, മോളെ അങ്ങനല്ല. ഒരു ഭർത്താവ് ഭാര്യനെ വിളിക്കേണ്ട ഒരു വേർഡും കൂടിയാണ്. അല്ല, അങ്ങനെ വിളിച്ച് ശീലിക്കണം. പക്ഷെ നമുക്ക് ഇപ്പോഴും പറയും, ഞാൻ ഇനിയിപ്പം മോളെ എന്ന് വിളിച്ചാൽ അത് ഇടങ്ങാറാവും എന്നുള്ള തോന്നലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായിട്ടാണ് അവരുടെ ആ ഒരു വൈവാഹിക ജീവിതത്തിലെ ആ വരികൾ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനല്ല കാര്യം. വലാകിന്നഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലദീന യസൂമൂൻ, ഇവരാരാന്നറിയോ? നോമ്പ് വിൽക്കുന്ന ആൾക്കാരാണ്. ഉള്ളിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ ഈമാൻ പോകുമോ, എൻ്റെ ഇസ്ലാമിക സംസ്കാരം പോകുമോ? നമ്മളെ മക്കളെ വിഷയത്തിലേക്ക് നമുക്ക് ആ ബേജാറ് വേണം. ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക വേഷവിധാനങ്ങളിൽ നിന്ന്, ഇസ്ലാമിക സ്വഭാവങ്ങളിൽ നിന്ന്, ഇസ്ലാമികമായ പല കാര്യങ്ങളിൽ നിന്ന് അല്ലേ. പക്ഷെ ഇസ്ലാമാണ് ഏറ്റവും സുന്ദരവും ഏറ്റവും ശ്രേഷ്ഠവും സ്വീകാര്യവും എന്ന് നമുക്ക് തിരിച്ചറിയും. അതറിഞ്ഞ ആളുകളാണ്. പക്ഷെ അതിന് വേണ്ട ഗൗരവം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിന്ന് ചേർത്ത് വായിക്കാം. കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ, അത് ചെറിയ സ്കൂൾ കുട്ടികൾ കടന്നു വരുന്ന ചെറിയ സ്കൂളുകളായാലും ഇനി കോളേജുകളായാലും ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും
അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇനി മക്കളിൽ, അധ്യാപകരിൽ, അതിൻ്റെ സ്ഥാപകരിൽ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ ഒക്കെ ഉണ്ടാകുന്ന ഏതൊരു തൊഴിലിടങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾ, വിശ്വാസികൾക്കിടയിൽ സംഭവിക്കുന്ന മൂല്യച്യുതികൾ, ജീർണതകൾ, ആ ജീർണതകളിൽ നിന്നെല്ലാം മാറിയകന്ന് സുന്ദരമായി ഈ ദീനിനെ മരണം വരെ മുറുകെ പിടിക്കാൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്കുണ്ടാവേണ്ട ആവേശമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇവർ നോമ്പോൽക്കുന്നവരാ, വയുസല്ലൂൻ, ഇവരാരാ? നിസ്കരിക്കുന്നവരാ, 5 നേരം നിസ്കരിക്കും. വയതസദ്ദഖൂൻ, അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്ന ആളുകളാ. നല്ല ആൾക്കാരെ സംബന്ധിച്ച റസൂൽ പറഞ്ഞത് ഈ പറഞ്ഞ ക്വാളിറ്റി മുഴുവണ്ട്, ഇസ്ലാം കാര്യം മുഴുവണ്ട്. ഈ പറഞ്ഞില്ലേ, ഷഹാദത്തുണ്ട്, സലാത്തുണ്ട്, അതുപോലെ തന്നെ സക്കാത്തുണ്ട്, സിയാമുണ്ട്, അല്ലെ? വ്യക്തി ജീവിതത്തിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നവരാൻ, സാമൂഹിക ബാധ്യത നിർവഹിക്കുന്നവരാൻ, എന്തിലേറെ പടച്ച റബ്ബിലേക്കുള്ള അല്ലെ ആ ഒരു ബാധ്യതകളിലും സൂക്ഷ്മതകളാണ് മുസ്ലിമീങ്ങളാൻ. ഇസ്ലാം കാര്യം നിലനിൽക്കുന്നവരാൻ മുസ്ലിമീങ്ങൾ. പക്ഷേ വഹും യഖാഫൂൻ, അവർക്കൊരു ബേജാറുണ്ട്, അവർക്ക് പേടിയുണ്ട്. എന്താണ് ഖൗഫ്? അല്ലാ യതഖബ്ബല മിൻഹും, അല്ലാ തുഖബ്ബല മിൻഹും, ഇത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടൂലേ എന്നുള്ള ഒരു ഭയം. ഇസ്ലാമാണ്, മുസ്ലിമാണ്, ശരിയാ. പക്ഷെ ഒരു മുസ്ലിം ചെയ്ത കാര്യം അള്ളാഹ് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബിയും കഅബ അങ്ങനെ പടുത്തുയർത്തി കഴിഞ്ഞ് അള്ളാന്റെ കൽപ്പനയാണ് ഇത് ഉണ്ടാക്കണം എന്നുള്ളത് അള്ളാന്റെ വാക്കാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ടായിട്ടും അത് പൂർത്തീകരിച്ചിട്ട്, അള്ളാന്റെ തൗഫീഖ് കൊണ്ടും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും പറഞ്ഞു, കൈകൾ ഉയർത്തിയിട്ട് റബ്ബ് അല്ലേ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അള്ളാഹിനോട് പറയാം, റബ്ബേ ഇത് സ്വീകരിക്കണേ. ഒരു വലിയ സൗദമാണ് ഇവിടെ നമ്മൾ കെട്ടിപ്പടുത്തുന്നുണ്ട്. ഇത് കഅബാലയമല്ല നമ്മൾ കെട്ടിപ്പടുത്തത്, നമ്മുടെ ഇസ്ലാമിക സംസ്കാരമാണ്. നേരത്തെ പറഞ്ഞ ഇനി ആ സൂറത്തുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കുബയിൽ വന്ന് കെട്ടിപ്പടുത്തത് എന്താണ്? ഒരു പള്ളിയാണ്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞത്. നമ്മൾ പണിത പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സംസ്കാരം, അതൊരു വലിയ സമുച്ചയമാണ്. അത് പടുത്തുയർത്തേണ്ടത് അള്ളാഹുള്ള ഭക്തി സാന്ദ്രമായിട്ടാണ്, തഖ്വയോടുകൂടിയാണ്. ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾക്കോ ഐഹികമായ നേട്ടങ്ങൾക്കോ അല്ല, പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാത്തത് ഏതുപോലെ ആകും? നേരത്തെ പറഞ്ഞ അബു ആമിർ അർ-റാഹിബ്, ആ പേര് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അല്ലെ, അബു ആമിർ എന്നാണ് അയാളെ പേര്. ഞാൻ പറഞ്ഞു ഖസ്റജ് ഗോത്രക്കാരനാണ്. ഖസ്റജ് നേരത്തെ പറഞ്ഞ മദീനയിൽ അറിയപ്പെട്ട ഗോത്രം. പക്ഷേ ഇസ്ലാമിന് മുമ്പ് അത്യാവശ്യം വേദങ്ങൾ അറിയുന്ന, ഇഞ്ചീലിലും തൗറാത്തിലും ഒക്കെ അറിവുണ്ടായിരുന്ന ഒരു പുരോഹിതൻ. അതുകൊണ്ട് തന്നെ അബു ആമിർ അർ-റാഹിബ് എന്നെന്തായിരുന്നു ആദ്യം ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആൾക്കാരെ അയാളെ വിളിച്ചിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി അർ-റാഹിബ് എന്ന് വിളിച്ചില്ല, അബു ആമിർ അൽ ഫാസിഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരതാണ്. മുഹദ്ദിസീങ്ങൾ പറയാം അർ-റാഹിബ് എന്ന് നബിനെ വിളിക്കാൻ, നബിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയില്ല. കാരണം അയാൾ നമ്മുടെ ഈ ലിറാറിന്റെ തുരപ്പം പണിയെടുക്കണ ആളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു, കുറച്ചു കാലം ക്രിസ്ത്യാനിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുമ്പോഴേക്ക് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലാണ്. പക്ഷേ നബിയുടെ വരവ്, മദീനയിലെത്തി റസൂലുള്ളാഹി അവിടെ ഒരു സ്ഥാപകനായി, ഒരു സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഒരു നേതാവായി മദീനയിലേക്ക് ഒരു പുതിയ താരോദയം വന്നപ്പോൾ ആ ഒരു സ്ഥാനം മോഹിച്ചവനായിരുന്നു ആര്? അബു ആമിർ. ഇവരിന്നെ ഖസ്റജിലും നല്ല സ്ഥാനമുണ്ട്, ഔസിന്റെ ഇടയിലും അത്യാവശ്യം നല്ല നിലയും വിലയുണ്ട്. മാത്രമല്ല പോരാത്തിന് മറ്റേ 3 ഗോത്രല്ലേ ജൂതന്മാര്, ഓലടയിലും വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തികൾ കൊണ്ടും നല്ല പേരുള്ള ആളാണ് ആര്? അബു ആമിർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരുമ്പോൾ സ്വാഭാവികമായി ഇയാൾക്ക് എന്തുണ്ടാവും? നബിനോടൊരു അസൂയ ഉണ്ടാവും, മുസ്ലിമീങ്ങളോടൊരു അസൂയ ഉണ്ടാവും, അഹങ്കാരം തോന്നി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അദ്ദേഹം ഒരുപാട് ഉപദ്രവങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അബു ആമിറിന്റെ ചരിത്രം വളരെ വിശാലമാണ്. നമ്മൾ മുഴുവനായി ഒന്നും ചെയ്യുന്നില്ല, പറഞ്ഞു പോകുന്നില്ല. പക്ഷെ അബു ആമിറാണ് ആ ഒരു മസ്ജിദ് ലിറാർ എന്ന ആ ഒരു സ്ഥാപനത്തിന്റെ ആദ്യത്തെ ആലോചകനും അതിനു വേണ്ടി തറക്കല്ലിടാൻ മുന്നോട്ട് വന്ന ആളും. അവർ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ കാണാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായ അദ്ദേഹം നബിന്റെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. പക്ഷെ റസൂലുള്ളാഹി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു, ദീനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. വരുമോ? ഇല്ല. കാരണം നേതാവാനാ പൂതി, അനുയായി ആകാനും ചെയ്തിട്ടില്ല, ആളെ മനസ്സങ്ങോട്ട് റെഡി ആകണില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മദീനയിൽ അങ്ങ് ശക്തിപ്പെട്ടു വന്നപ്പോൾ, ഇസ്ലാം അവിടെ ശക്തിപ്പെട്ടു വന്നപ്പോൾ പിന്നെ ഇയാൾ ഷാമിലേക്ക് ചേക്കേറി എന്നാണ്. സിറിയയിലേക്ക് ഇയാൾ എന്ത് ചെയ്തു? പോയി.
അവിടെ ഹെർക്കുലിസ് എന്ന് പറയുന്ന ഹെർക്കൽ ചക്രവർത്തിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അയാളിൽ നിന്ന് സഹായം തേടിക്കൊണ്ടാണ്. കാരണം ഇനി മദീനയിലേക്ക് ഒരു വരവ് വരണം. എന്തിന്? ഇവരെ മുഴുവൻ തുരത്തിയിട്ട് അധികാര സോപാനത്തിൽ ഞാനുണ്ടാവട്ടെ എന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് എഴുത്തുകുത്തുകൾ ഈ ജൂതന്മാരുമായും കപടവിശ്വാസികളുമായും ഇദ്ദേഹം നടത്തിയെന്നാണ്. പിന്നീട് ഉഹുദ് യുദ്ധം നടക്കുന്ന രംഗമുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പിരികേറ്റി വിട്ടത് ശരിക്കാരാൻ? ഇയാളാണ്. ഇയാള് ഉഹുദ് യുദ്ധത്തിൽ നബിക്കെതിരെ, ശത്രുപക്ഷത്ത് നിന്ന് നബിക്കെതിരെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പോരാടിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ സമയത്ത് മുസ്ലിമീങ്ങളായ ചില സ്വഹാബികൾ ഇയാളെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നൊരു സംയമനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരാൻ വേണ്ടി പറഞ്ഞും, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ അനുകൂലിച്ച് നിലകൊള്ളാനുള്ള പല ചർച്ചകളും നടത്തി. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അതിനുവേണ്ടി റെഡി ആയിട്ടില്ല. പക്ഷെ ചതിക്കുടികൾ ഒരുക്കുകയും ചെയ്തു. ഒരുപാട് ചതിക്കുടികൾ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ മുകളിൽ ഇയാൾ എന്ത് ചെയ്തു? പലതും ഇങ്ങനെ ആൾക്കാർ കാണൂലല്ലോ, കാരണം ചവിട്ടിയാൽ ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു നിലമാണ് എന്ന് തോന്നുന്ന തരത്തിൽ അതിൻ്റെ മുകളിൽ ചില മോടികളൊക്കെ വെച്ചിട്ട് കുടികളുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയാതെ ഒരു കുടിയിൽ വന്ന് ഇയാളുണ്ടാക്കിയ ഒരു കുടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിൽ വന്ന് വീണ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. നബിയുടെ ശരീരം മുറിഞ്ഞു, നബിയുടെ പല്ല് പൊട്ടി. അതിനൊക്കെ കാരണക്കാരനാരാൻ? ഈ പറഞ്ഞ ആളാൻ. പിന്നീട് ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും സിറിയയിലേക്ക് പോയി. സിറിയയിൽ നിന്ന് പിന്നെ ഇയാൾ വരാനുള്ള ശ്രമങ്ങൾ പലതും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇയാൾക്ക് തോന്നിയ ഒരു കാര്യമാണെന്ത്? മദീനയിൽ ഒരു പുതിയ പള്ളി ഉണ്ടാക്കുക. ആരെ കൊണ്ട്? ഇവിടുത്തെ മുനാഫിക്കുകളെ കൊണ്ടൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കുക. എവിടെ ഉണ്ടാക്കണം? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിർമ്മിച്ച നബി കല്ലിട്ട് പാകിയ ഖുബയുടെ അരികെ തന്നെ ഇവരെന്ത് ചെയ്യണം? അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിന് പുറത്തേക്ക് ഇവരൊരു പ്ലാനും നടത്തി. കാരണം നബി മുസ്ലിമീങ്ങൾ അതിനെ അനുവദിക്കാനും മുസ്ലിമീങ്ങൾ അതിലേക്ക് കടന്നു വരാനും വേണ്ടി ഇവർ പറഞ്ഞ ദരിദ്രന്മാരായ ആൾക്കാർക്ക് താമസിക്കാനും, യാത്ര കഴിഞ്ഞു വരുന്ന ആൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യുദ്ധമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ റസൂലുള്ള അധികവും എവിടെയായിരുന്നു? ഖുബ പള്ളിയിലായിരുന്നു എന്നാണ്. അപ്പൊ ഇനിയും കുറച്ചും കൂടി ഒരു വിശാലതയും ഒരു പുതിയ പള്ളിയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് അതൊരു സൗകര്യമാവൂലേ? ഇതാണ് ഇവർ പുറമേ പറഞ്ഞ് പുറമോടിയതാണ്. അവര് പുറമേ വിതറിയ പൊടികൾ അതായിരുന്നു. പക്ഷെ ഉള്ളിലെന്താ? ഒരു ഷെൽട്ടർ വേണം. ആർക്കെതിരെ? ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കെതിരെ പോരാൻ, ശത്രുക്കൾക്ക് താമസിക്കാൻ ഒരു ഇടമാണ് അവരുടെ ഉദ്ദേശം. അവിടെ നിന്നിട്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള ഉദ്ദേശമായിരുന്നു. ഉള്ളിലെന്തില്ല? സതുദ്ദേശമില്ല, ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ. ദുരുദ്ദേശത്തോടു കൂടിയാണ് ഒരു കെട്ടിടം പണിയുന്നത്, ഒരു സ്ഥാപനം പണിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അത് തകർന്നു പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ മസ്ജിദുൽ ദിറാറിന്റെ കഥ വിശദീകരിക്കുന്ന വരികളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു പോകുന്നു, കുഫറിനും ലിറാറിനും വേണ്ടി അവരെന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി പള്ളി പണിയാൻ, മുസ്ലിമീങ്ങൾക്കുള്ള ഈ ഛിദ്രത ഉണ്ടാക്കാൻ. കുറച്ച് ആൾക്കാർ കുബയിലും കുറച്ച് ആൾക്കാർ ഇവിടെയാവുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ മനസ്സിലെന്താവും? ഒരു പക്ഷപാതിത്വം വരും. ആളുകളിൽ ഒരു വിവേചനങ്ങൾ വരും. ഒരു കുബയത്തെ ആൾക്കാരാണ്, ഇവിടെയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു തഫരീഖം ബൈനൽ മുഅ്മിനീൻ വ ഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വ റസൂലഹു മിൻ ഖബൽ. നബിയോടും അള്ളാഹുവിനോടും മുമ്പ് ഉഹുദിലും ബദറിലുമൊക്കെ പോരടിച്ചു വെച്ച ആളുകൾക്ക് ഒരു ഇർസാദ്. എന്താ മിർസാദ് എന്നാണല്ലേ? ഇന്നലിൽ മറ്റേ വിശുദ്ധ ഖുർആനിലെ ആയത്താൻ ജഹന്നമനെ സംബന്ധിച്ച് പറഞ്ഞു അത് മിർസാദാണ് എന്ന്, അവരുടെ സങ്കേതം എന്ന് പറഞ്ഞു. സ്വർഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞു സത്യവിശ്വാസികൾക്ക് അതൊരു നല്ല സങ്കേതമാണ്. മിർസാദ് എന്നാണ് ശരിക്കും പതിയിരിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലും മിർസാദ് എന്ന് പറഞ്ഞു. ഒരു കാര്യത്തെ ഇങ്ങനെ സദാ വീക്ഷിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഷെൽട്ടർ. ഇവരിതൊരു ഷെൽട്ടറായിട്ട് ഉദ്ദേശിച്ചത് ആർക്കാണ്? ലിമൻ ഹാറബല്ലാഹ് വറസൂൽ, അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടും പോരടിച്ച ആളുകൾക്ക്, യുദ്ധം ചെയ്ത ആളുകൾക്കുള്ള ഒരു നല്ലൊരു സമുച്ചയം എന്നാണ് അവരുടെ ഉദ്ദേശം. എന്നിട്ട് അവര് സത്യം ചെയ്യാണ്. എന്താ പറയാ? ഇതാണ്ട് ഉണ്ടാക്കിയിട്ട് അവർ പറയാ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്നാ. അവര് സത്യം ചെയ്തു പറഞ്ഞു, ഞങ്ങൾ നന്മയല്ലാതെ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുസ്ന മാത്രമാണ്, നന്മകൾ മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ദുരുദ്ദേശമല്ലട്ടോ എന്ന് പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹുവിന് ഉറപ്പാൻ, അള്ളാഹു സാക്ഷിയാണ്. എന്തിന്? ഇവർ നുണയന്മാരാണ്. ഇവർ നുണയിലാണ് എന്ത് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ നടത്തിയ ചതി, നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കിയത് എപ്പോഴാണെന്നറിയോ? ഇത് നബി തബൂക്ക് യുദ്ധത്തിന് പോണ സമയത്താണ് ഇവർ ഈ പള്ളി ഉണ്ടാക്കുന്നത്. അഥവാ കുബ ഉണ്ടാക്കി കഴിഞ്ഞു. തബൂക്ക് യുദ്ധം നടക്കുന്നത് ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒക്കെ നുബുവത്ത് അവസാനിക്കാൻ നിൽക്കുന്ന ഹിജറ 8ന്റെ അവസാനങ്ങളിലൊക്കെയാണ്. സൂറത്ത് തൗബയുടെ അവതീർണതയിൽ ആ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമുക്കിങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണാം.
അപ്പോൾ ആലോചിച്ചേക്ക് ഇവർ വന്നിട്ട് നബിനോട് ഇവരെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, റസൂലേ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബിയുടെ മനസ്സിൽ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ. നബിന്റെ മനസ്സിലാണെങ്കിൽ ആൾക്കാരെ ഇവരെ ഉള്ളിലുള്ളത് എന്താന്നുള്ളത് നബിക്ക് അറിയാം. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നുള്ളതിനും കൂടി ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു, തെളിവായിട്ട് എടുത്തുദ്ധരിക്കുന്നതാണ്. ആൾക്കാരെ മനസ്സിലുള്ളത് ആർക്കറിയില്ല? റസൂലുള്ളാഹിക്ക് അറിയില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ പലരും പറയും പലർക്കും അറിയാമെന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആർക്കും അതറിയില്ല. റസൂലുള്ളാഹിക്ക് അതറിയില്ല അവരെ ഉള്ളിൽ എന്താണ്. റസൂലുള്ള യാത്ര പോണതിന് മുമ്പ് ഓക്കെ റസൂലുള്ള അത് അംഗീകരിച്ചു, ഞാൻ വരും, ഞാൻ എന്ത് ചെയ്യാം, യാത്ര കഴിഞ്ഞ് വരട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു. ഞാൻ നബി വരുന്നതും കാത്ത് ഇവരവിടെ ഇരിക്കുന്നുമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് മടങ്ങിയപ്പോൾ ഏകദേശം ദാ അവാൻ എന്ന് പറയുന്ന സ്ഥലം, അഥവാ തബൂക്കിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് ദാ അവാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആയത്തിറങ്ങി. എന്തായത്? റസൂലെ അവിടെ പോയി നിൽക്കരുത്. അതാണ് അടുത്ത ആയത്ത്, ലാ തഖും ഫീഹി അബദാ. റസൂലെ നീ അവിടെ പോയി നിൽക്കരുത്. റസൂലുള്ളാഹിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്ന്. റബ്ബ് പറഞ്ഞു കൊടുക്കാൻ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. നബിയേ, ആദ്യത്തെ ദിവസം മദീനയിൽ വന്ന ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ടല്ലോ, മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, തഖ്വയുടെ മേൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം, സ്ഥാപിതമായ ഒരു ഭവനം, അഥവാ മസ്ജിദ് ഖുബ. അതാണ് നിങ്ങൾ നിൽക്കാൻ ഏറ്റവും അർഹമായ ഇടവും പള്ളിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്ത് പറഞ്ഞു കൊടുക്കാൻ. ഫീഹി റിജാലുൻ, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ പള്ളിയുടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഹിബ്ബൂന അൻ യതതഹറു, ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്താ യതതഹറു? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ. അള്ളാഹു ആക്കി തരട്ടെ, നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. അല്ല, എപ്പോഴും ഒരു വിശുദ്ധി, അത് ശാരീരികമായ ഒരു വിശുദ്ധി വേണം, ഒരു ത്വഹാറത്തും വേണം, മാനസികമായും വേണം, അല്ലെ, ആന്തരികം. നമ്മുടെ ഇസ്ലാമിൽ ഒരു കലർപ്പ് വരാൻ പാടില്ല. നമ്മുടെ ഈമാനിനെ അതിനെ നജസാക്കുന്ന ഒരു വിശ്വാസവും അതിനെ നജസാക്കുന്ന ഒരു പ്രവർത്തനവും വരാൻ പാടില്ല. നമ്മൾക്ക് കിട്ടേണ്ട ആത്മീയമായും ശാരീരികമായും ഉണ്ടാവേണ്ട ഒരു ശുദ്ധിയുണ്ട്. പക്ഷെ വിശ്വാസികൾ ആ ശുദ്ധിയെ സംബന്ധിച്ച് ബോധവാന്മാരല്ല. നമ്മുടെ സംസ്കാരം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സ്വഭാവം കേടുവന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ആളുകൾ ഗൗരവം വെച്ച് പുലർത്താതിരിക്കുമ്പോൾ നമ്മൾ എത്ര മാലിന്യങ്ങളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ എടുത്തുദ്ധരിക്കുന്നതാണ്, ഇവരാഗ്രഹിക്കുന്നത് വിശുദ്ധിയെയാണ്. മരണം വരെ ആ ഒരു ത്വഹാറത്ത് വേണ്ടേ? മരണം വരെ ആ ഒരു മുത്തതഹിരീങ്ങളിൽ അള്ളാഹു നമ്മളെ, മരണശേഷവും ആ ഒരു മുത്തതഹിരീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കണ്ടേ? വിശുദ്ധ റമളാനിൽ നമ്മളിങ്ങനെ ആ ഒരു വിശുദ്ധിയിലായിരുന്നു, ആ ഒരു ചൈതന്യത്തിലായിരുന്നു, ആ ഒരു ഭക്തിയിലായിരുന്നു, ആ ഏറ്റവും വലിയ സംസ്കാരത്തിലായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിലെ. തോന്നിയാസം വിളിച്ചറിഞ്ഞു നമ്മൾ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഏറ്റവും വലിയ തോന്നിയാസികളുടെ ചിത്രങ്ങളുണ്ട്. നമ്മൾ എന്തുകൂടി നിമിഷങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ പ്രസിഡന്റ് ആയില്ല, ഞാനാണ് ഇതിന്റെ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് പോലും അസഭ്യം പുലമ്പുമ്പോൾ എത്ര വൃത്തികേടാണെന്ന് അയാൾ വിളിച്ചു പറയുന്നത് നമ്മൾ പറയാനല്ലേ. പല ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെ പറ്റി അയാൾ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ ഇത്ര വൃത്തികെട്ടവനാണോ നമുക്ക് തോന്നിപ്പോ. എത്ര വൃത്തികെട്ടവനാണ്. അള്ളാഹു എല്ലാ കുബുദ്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അസൂയാലുക്കളിൽ നിന്നും, എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാള് അനാവശ്യം പറയുമ്പോൾ അയാള് വിശുദ്ധനല്ല എന്ന് നമ്മൾ മുദ്ര കുത്തുന്നു. റമളാനിൽ നമ്മൾ വിശുദ്ധന, കാരണം അനാവശ്യം നമ്മളെ വാക്ക് നാവിലൂടെ വന്നിട്ടില്ല. ഇന്നത്തെ മുസ്ലിം കുട്ടികളെടുത്ത് നോക്കി, ഞാൻ പറഞ്ഞില്ലേ, കലാലയങ്ങളിൽ ഇന്ന് തെറി പറയാത്തവൻ ഈ സൊസൈറ്റിക്ക് ചേർന്നവനല്ല എന്നുള്ള നിലക്കാണ് കുട്ടികൾ കണക്കാക്കുന്നത്. മോശപ്പെട്ട വാക്കുകൾ പറയുന്നത് ഒരു വലിയ പ്രിവിലേജായി, അബ്യൂസ്, ആളുകളെ എന്താണ് ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമായി കരുതുന്ന മക്കളുണ്ട് മുസ്ലിം സൊസൈറ്റികളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയാണ് ഈ ആത്മീയമായും ശാരീരികമായും പ്രാവർത്തികമായും നമ്മൾക്കുണ്ടാവേണ്ട വിശുദ്ധിയെ സംബന്ധിച്ച് റബ്ബ് സംസാരിക്കുന്നത്. ഈ പള്ളി പണിതവരുടെ ഹൃദയങ്ങളിൽ ഭക്തിയായിരുന്നു, തഖ്വയായിരുന്നു, അള്ളാഹുവിലുള്ള ആ ഒരു വിശ്വാസത്തിലുണ്ടായിരുന്ന റബ്ബിലുള്ള പേടി, റബ്ബിലുള്ള പ്രതീക്ഷതായിരുന്നു. എന്നിട്ട് റബ്ബ് പറയാണ് വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആ ആയത്ത് അങ്ങനെ മുത്തഹിരീൻ വേറെ ആയത്തിലുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു അൽ മുത്തഹിർ തവ്വാബീന വൽ യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇവിടെ മുത്തഹിരീൻ ആണ്. മുത്തഹിർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശുദ്ധി വരുത്തുന്നവർ എന്നാണ്. ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മളെപ്പോഴും ഒതുണ്ടാക്കാൻ
അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഒരു കാരണമാണ്. എപ്പോഴും ഒതു ചെയ്യുന്നതും തേമം ചെയ്യുന്നതും കുളിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. എല്ലാ ദിവസവും കേരളക്കാർ നമ്മൾ പറയും, നമ്മൾ മദ്ഹ് പറയാറുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കണവരാണ്. എൻ്റെ മദീനത്ത് ഒരു ഉറക്കം പോകാൻ വേണ്ടി ഒരു സംഭവം പറയാം. മദീനത്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് തോജിക്കിസ്ഥാൻ, അള്ളാഹു അവനക്ക് എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ. അവൻ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുള്ളൂ, വെള്ളിയാഴ്ച ദിവസം. പക്ഷെ ഭയങ്കര ശുദ്ധിയുടെ ആളാണ്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം കുളിക്കുക. അവരുടെ നാട്ടിൽ എങ്ങനെയാണ്, നല്ല തണുപ്പുള്ള നാടാണല്ലോ. ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ പറഞ്ഞോട് അറിയും, എടാ എന്ത് ചെയ്യരുത്, ഇസ്രാഫ് കുളിൻ്റെ വിഷയത്തിൽ ഇസ്രാഫ് കാണിക്കണം. ഞാൻ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെറുപ്പത്തിലെ ശീലിച്ചു പോകുന്നതാണ്, ഇത് ഇസ്രാഫ് എന്നല്ല എന്നറിയാം. അവർ അത് ഇസ്രാഫാണെന്ന്. ഏതായാലും ഓരോ രാജ്യക്കാരെങ്ങനെ ഇവിടെ നമുക്ക് കാണാം കുറെ ആൾക്കാർ ശുദ്ധി വരുത്തുക എന്ന സംഗതി കുളിക്കുമ്പോഴും മുതുണ്ടാക്കുമ്പോഴൊക്കെ അത് നല്ല കാര്യമാണ്. അള്ളാഹുവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുബക്കാരെ പറ്റി പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇതിപ്പോൾ കുബക്കാരെ സംബന്ധിച്ചാണല്ലേ, കുബ എന്ന് പറയുന്നത് ആ നാടാണ്, ആ സ്ഥലത്തിൻ്റെ പേരാണ് കുബ എന്നാണ്. മദീനത്തെ പള്ളിയുടെ ഒരു ഡോറിൻ്റെ പേര് കുബ എന്നാണ്. ആ നാടിൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. കാരണം അവിടെയുള്ള ആൾക്കാർ നല്ല ശുദ്ധി വരുത്തുന്നവരാണ്, വേറെയുള്ളവർ ശുദ്ധി വരുത്താത്തവർ എന്നല്ല. മറ്റേ മദീനൻ്റെ മറ്റു പ്രാന്ത പ്രദേശങ്ങളുണ്ട്, ആലിയ, അതുപോലെ തന്നെ ജുർഫ് എന്നൊക്കെ തുടങ്ങുന്ന കുറേ മർക്കസി, അങ്ങനെ കുറേ ഏരിയകളുണ്ടല്ലോ. അവിടെ ഉള്ളവരൊന്നും ശുദ്ധി വരുത്താത്തവർ എന്നല്ല, അവരെക്കാളും കുറച്ചും കൂടിയും ഈ ഒരു വിഷയത്തിൽ കണിശത വെച്ച് പുലർത്തുന്നവരായിരുന്നു കുബക്കാർ. അറബികളൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ അറബികൾ ശൗചം റസൂലുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം പഠിപ്പിച്ചു തന്നിട്ട് റസൂലുള്ള പോയത്. പക്ഷെ അറബികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്താൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, മനോരിക്കാറുണ്ടായിരുന്നു, അവർ ശൗചം ചെയ്യാറുണ്ടായിരുന്നു. അധികവും കല്ല് കൊണ്ടോ അല്ലെങ്കിൽ എല്ലും കഷ്ണങ്ങൾ കൊണ്ടോ ആണ് മാത്രം ചെയ്യുക. പക്ഷെ കുബക്കാരെ സംബന്ധിച്ചിടത്തോളം അതല്ല. ചില മുഫസ്സിറുകൾ പറയണത് അവർ കല്ല് കൊണ്ട് മനോരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ശുദ്ധിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും വെള്ളം കൂടി അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. അവരുടെ മഹത്വമാണ്, അവരുടെ പ്രത്യേകതയാണ്, ആ നാട്ടുകാരുടെ ഒരു മദ്ഹാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കാരണം അവരെപ്പോഴാണ് നബിയെ നീ പോയി കണ്ടത്, മറ്റൊരിടത്ത് പോയിട്ട് എന്ത് ചെയ്യേണ്ട, ഉദ്ഘാടനം ചെയ്യണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് കൊടുത്തു. ഇനിയുള്ള ആയത്ത് നോക്കി, ഈ തഖ്വയോടുകൂടിയാണ് ഒരാളൊരു ഭവനം പണിതത്. ഞാൻ പറഞ്ഞ 2 പള്ളി, ഒന്ന് തഖ്വയിൽ അധിഷ്ഠിതമല്ല, അവിടെ ദുരുദ്ദേശങ്ങളാണ്. അയാള് ആ ദുരുദ്ദേശം അറിവുണ്ടായ, വേദങ്ങളിൽ വിവരമുണ്ടായ ആ മനുഷ്യൻ പിന്നെ അയാൾക്ക് സംഭവിച്ച അധപ്പതനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അയാൾ തകരയാണ്. കാരണം അബൂ ആമിർ എന്ന് പറഞ്ഞ ആളെ റസൂലുള്ള റാഹിബ് എന്ന് വിളിച്ചില്ല, റസൂലുള്ള ഫാസിഖ് എന്ന് വിളിച്ചു. റസൂലുള്ളാഹിയും അദ്ദേഹം പോരടിച്ചൊരു വാഗ്വാദം ഉണ്ടായി, ഒരു വലിയ പ്രഖ്യാപനം നടത്തി, സംവാദം. ആ സംവാദത്തിൽ ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അയാൾക്ക് തന്നെ എന്ത് ചെയ്തു, അത് വിനയായി എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഒറ്റപ്പെട്ടവനായി, അതുപോലെ തന്നെ ആട്ടിയോടിക്കപ്പെട്ടവനായി മരണമടയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേസമയം ആ വാക്ക് അതിനെന്ത് ചെയ്തു, റസൂലുള്ളാഹി അതെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അന്നഹു യമൂതു ത്വരീദൻ വശരീദൻ വവഹീദൻ, ഒറ്റപ്പെട്ടവനായി, ആട്ടിയോടിക്കപ്പെട്ടവനായി, നിന്യനായി, അപഹാസ്യനായി മരണപ്പെടുമെന്നാണ്. നബിയുടെ സുന്ദരമായ മരണ രംഗങ്ങളെ ആശ്വാസപരമായ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നതിലേക്ക് മാതൃയോഗ്യമായ മരണരംഗങ്ങളെ വിശ്വാസി ലോകത്തിന് കേൾപ്പിക്കപ്പെട്ട ഹദീസുകൾ ധാരാളം കാണാൻ കഴിയും. എന്നാൽ ഇയാൾ മരിച്ചതോ, അന്നേരം നേതാവാൻ മോഹിച്ചതാണ്, പക്ഷെ മരിക്കുന്ന സമയത്ത് ഒരാൾ പോലും കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. മരിക്കുന്ന സമയത്ത് ഒരാൾ പോലും അദ്ദേഹത്തിന് സഹായിയായി നിലകൊണ്ടിരുന്നില്ല എന്നാണ് അയാളുടെ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അയാളുടെ ചരിത്രം ഭയങ്കര വിശാലമാണ്. ഞാൻ തൽക്കാലം അവിടെ വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഞാൻ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തഖ്വയോടുകൂടി ഒരാളൊരു ഭവനം പണിതാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇസ്ലാം, നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നല്ല നിലക്ക് മനസ്സിൽ അതിനെ നിലനിർത്തുന്നിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ഹുസ്നുൽ ഖാത്തിമ നമുക്ക് സമ്മാനിക്കും. അല്ലേ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞ ആളുകൾ, സുമ്മ ഇസ്തഖാമു, എന്നിട്ട് നേരെ ചൊവ്വേ ആ ഒരു കാര്യത്തിൽ നിലകൊണ്ട ആള്, ഇസ്തിഖാമത്ത് നേടിയെടുത്ത ആള്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. റസൂലുള്ളാഹി ദീന് പൂർത്തിയാക്കി തന്ന, ദീന് പഠിപ്പിച്ച് തന്ന, ദീനിനെ കൃത്യമായി ലോകത്ത് എത്തിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മുഖല്ലിബുൽ ഖുലൂബേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നിന്റെ ദീനിൽ നീ എൻ്റെ ഹൃദയത്തെ നിലനിർത്തി തരണേ
എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ അഹോരാത്രം അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധമായ റമളാനുകളിൽ നേടിയെടുക്കുന്ന ഈ ഭക്തി, ഈ തഖ്വ, ഈ വിശുദ്ധി, ഈ പറയപ്പെട്ട എല്ലാവിധ റബ്ബിലുള്ള പ്രതീക്ഷകൾ, റബ്ബിലുള്ള ഭയം, അള്ളാഹുവിലുള്ള അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ, അതൊക്കെ റബ്ബേ നിലനിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥനകളിലൂടെ നാളുകൾ കൊണ്ടുപോവുക. മാത്രവുമല്ല അത് നിലനിൽക്കാനുള്ള ഒരു കാരണമായി ആ ആയത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞല്ലേ. ഈ സംഭവം ഇങ്ങനെ എടുത്തു പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ നന്മകൾ മറ്റേ ഉലായിക്ക, അള്ളാഹു ആയിഷ ബീവിനോട് പറഞ്ഞല്ലോ, ഹൃദയത്തിൽ നടുക്കുണ്ടാവുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ആയത്ത് ഓതി കൊടുത്തു, ഉലായിക്ക യുസാരിഊന ഫിൽ ഖൈറാത്ത്, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവരാണ്. നന്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ആ ശ്രമങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടുക. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചതും അതാണ്. ആ ഒരു തഖ്വ നിലനിൽക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഒരാൾ വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ, എനിക്ക് ഇസ്ലാമിൽ ഒരു നല്ല കൗല് പറഞ്ഞു തരണം, പറയാൻ പറ്റിയൊരു നല്ല വാക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അല്ലേ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അഹദൻ ബഅദക്, എനിക്കിനി ഈ ഒരു കാര്യം വേറെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവരുത് റസൂലേ, നബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കിട്ടണം. അങ്ങനെയുള്ളൊരു വാക്ക് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ ഏതാ പറയേണ്ടത്, എന്താ പറയേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, കുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലേ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു. അള്ളാഹു എനിക്ക് തന്ന ഈ ദീനിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഖുർആനിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ എൻ്റെ പഠന സാധ്യതകളെ ഞാൻ വളർത്തുകയാണ്. കാരണം അതെൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതാണ്, എൻ്റെ പരലോക വിശ്വാസത്തെ ഊർജം നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ, നബിയുടെ വാക്കുകളെ ഞാൻ പഠിക്കുമ്പോൾ, നബിയുടെ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരികയാണ് എന്ന ചിന്തകളാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, സുമ്മസ്തഖിം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് നീ എന്ത് ചെയ്യണം, അതിൽ നിലകൊള്ളുക. സുമ്മ സ്തഖിം, നീ തഖ്വയോടുകൂടി നിലകൊള്ളുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഏറ്റവും നല്ല കറകളഞ്ഞ വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. ഏറ്റവും നല്ല പ്രവാചകനെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എന്നെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തകളിൽ കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ആ തെറ്റിയ വഴിക്ക് വിടുന്ന ഫലമ്മാ സാഗു അസാഗല്ലാഹു ഖുലൂബഹും എന്നാൻ, നുവല്ലിഹി മാ തവല്ല എന്നാൻ അള്ളാഹുവിൻ്റെ വാക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റിക്കളഞ്ഞവരിൽ നിന്ന് നമ്മളെ അതിൽ ഉൾപ്പെടുത്താതെ ഈ ഒരു ദീനിൽ നിലനിർത്തി കളയുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിനെ നഷ്ടമാക്കുന്ന, ഈ ദീനിൻ്റെ കാര്യങ്ങളെ തകർത്ത് കളയുന്ന അഹങ്കാരങ്ങളിൽ നിന്നും അസൂയകളിൽ നിന്നും മറ്റുള്ള വിദ്വേഷങ്ങളിൽ നിന്നും പകകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ദേഹേച്ഛകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിക സംസ്കാരങ്ങളെ മരണം വരെ നിലനിർത്തുവാൻ, ഇസ്ലാമിക മൂല്യങ്ങളെ മരണം വരെ നിലനിർത്തുവാൻ, ഇസ്ലാമിക സ്വഭാവങ്ങളെ മരണം വരെ നിലനിർത്തുവാൻ, അതിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ കർമ്മങ്ങളിലും നിലനിൽക്കുവാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു നന്മകൾ കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. ആഫിയത്തും റഹ്മത്തും മഗ്ഫിറത്തും കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്ക് ശിഫ കൊടുക്കണേ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. കടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യങ്ങളിൽ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ. അള്ളാഹു വലിയവർക്ക് ആശ്വാസം പകരണേ. തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്, അവർക്ക് നല്ല തൊഴിൽ കൊടുക്കണേ. അള്ളാഹു ഞങ്ങളുടെ തൊഴിലുകൾ എളുപ്പമാക്കി തരണേ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. ഈ ദീനിനെ പുതുക്കാനുള്ള, ഈ ദീനിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാവിധ സൽപ്രവർത്തികളിലും ഭാഗവാക്കാകുവാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വരുന്ന ചിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.